സിനിമയ്ക്കോ? നല്ല സിനിമ കളിക്കുന്നുണ്ട്. എന്താ പറ്റൂല. അല്ല ബഡായി ബാബുവിനെ കണ്ടല്ലോ. ബഡായി ബാബുവിനെ ഒരു രസമില്ല ഇപ്പൊ അതിന് വീട്ടിലേക്ക് അല്ല എന്റെ ബഡായെങ്കിലും കേൾക്കാം. അവിടെ പോന്നിട്ടുണ്ട്. ഓനൊക്കെ കിട്ടി നമുക്ക് കുറച്ചേരത്തേക്ക് ഓരോ തള്ളു കേട്ട് കയറാം. അല്ല വേറെ ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ ഏതായാലും. ആ എവിടെ വാപ്പച്ചി വാ ഇരിക്കേ. ഹലോ. എന്തൊക്കെയുണ്ട്? പിന്നെ ആരപ്പത്? എവിടെ ഇരുന്നു? ഞാൻ കുറച്ച് ദിവസം ഗൾഫിൽ പോയിനേ. അതെ, ഇവിടെ ഞാൻ പെയിന്റ് പണിയായിരുന്നു. അപ്പൊ അവിടുന്ന് അബുദാബിത്തെ പിന്നെ ഷെയ്ഖ് എന്നെ വിളിച്ചു. ബാപ്പു ഒന്നുകൂടി വാ. അവിടെ ഇവിടൊക്കെ പെയിന്റ് പണിയല്ലേ പണി. അവിടെ തന്നെ ഷെയ്ഖ് വിളിച്ചു. ഷെയ്ഖ് പ്രത്യേകിച്ച് വിളിച്ചു. ഷെയ്ഖും ഞാനും പണ്ടത്തെ ചങ്ങായിമാരല്ലേ. എന്താ ഷെയ്ഖിന്റെ പേരെത്താ? ഷെയ്ഖിന്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പിന്നെ ഷെയ്ഖ് എന്നെ വിളിച്ചു. ബാപ്പു ഒന്നുകൂടി വാ, നമുക്ക് പെയിന്റ് അടിച്ചാണ്ട്. പെയിന്റ് അടിക്കാനോ? അവിടെ ബുർജ് ഖലീഫമ്മലാണ്. ബുർജ് ഖലീഫമ്മലോ? ബുർജ് ഖലീഫമ്മ. ഒറ്റയ്ക്കോ? ഒറ്റക്ക് മതി. ഇനി ഞാനൊരാള് മതി. അത് അവിടെയുള്ള പെയിന്റ് പണിക്കാരെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. അതെ, ഒരു മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് ആ ടീമെ വന്നാണ്ട് ഓലെന്തൊക്കെ പുതിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാണ്ട് ഷൂവിൻ്റെ ഉള്ളിൽ പെയിന്റ് ഒക്കെ നിറച്ച് അതിൻ്റെ ഉള്ളിൽ പുതിയ ട്യൂബൊക്കെ ഇട്ട് അതെന്തൊക്കെ ആക്കി അതിന്റെ മേലെ ബുർജ് ഖലീഫ വന്ന് ചാടിയെല്ലോട്ടും പെയിന്റ് അടിച്ചാൽ നോക്കി. പക്ഷെ അത് വിചാരിച്ച മാതിരി എവിടെ ആയതുമില്ല. ബുർജ് ഖലീഫമ്മലും ആയില്ല. അത് ടൗണിലാകെ കാറ്റത്താകെ പാറിപ്പറന്ന് ആകെ നശി കുശിയായി എലിച്ചിരിയായി പോയി. അതിന് ശേഷം അവിടുന്ന് ആരോ ഷെയ്ഖിനോട് പറഞ്ഞപ്പോൾ ഇതിന് പറ്റിയ എക്സ്പെർട്ട് ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. അവൻ്റെ പേര് ബാപ്പു എന്നാണ്. അപ്പോൾ ഷെയ്ഖനോ ബാപ്പു ഓൻ്റെ പഴയ ചങ്ങായിയാണെന്ന് നമുക്ക് ഓണത്തിനെ വിളിച്ചു തന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഇന്നത് ഏൽപ്പിച്ചത്. ഷെയ്ഖിനെ എന്നെ ഭയങ്കര വിശ്വാസം. അപ്പൊ എന്നെ വിളിച്ചു, ബാപ്പുവോ ഞാനൊരു നമുക്ക് ആ ബുർജ് ഖലീഫ പെയിന്റ് അടിച്ചണം. പണിക്കാരൊക്കെ അപ്പൊ അവിടെ ഉള്ളതന്നെ മതി. മറ്റേ ഞാനത് ആലോചിയായി പോകും. ഞാൻ പറഞ്ഞു എന്നാ ഞാൻ വരാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നോക്കായിക്കോളാന്ന്. അല്ലെ ബുർജ് ഖലീഫയ്ക്ക് പെയിന്റ് അടിച്ചല്ലോ? അതെങ്ങനെ? അത് നല്ല സുഖല്ലേ, അത് നല്ല എളുപ്പാ. ആ ഉയരുണ്ടോ? ഇല്ലേ, അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വലിയ ഉയരം ഇവിടെ നോക്കുമ്പോ തോന്നാണേ. നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ് ഇത് ഭയങ്കര ഉയരായിട്ട് തോന്നുന്നത്. അത് ഹെലികോപ്റ്ററിൽ പോയിട്ട് മേലെ ചെന്ന് താഴത്തേക്ക് നോക്കിയാൽ നല്ല ചെറുതായിട്ട് തോന്നും. 100-200 കട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹെലികോപ്റ്റർ അവിടെ നിൽക്കുക. ഹെലികോപ്റ്ററിലാണ് കംപ്ലീറ്റ് പരിപാടി അവിടെ. എന്നിട്ട് ആ ഹെലികോപ്റ്ററിൽ നിന്നങ്ങോട്ട് ഇറക്കും ഒരു കയറുമ്പോ. വേറെ കയറുമ്പോ പെയിന്റ് ബക്കറ്റ് ഉണ്ട് ഇറക്കും. 2 കയറാണ് ഈ ഹെലികോപ്റ്ററിൽ നടക്കുക. ഒന്നിന് ഞാൻ തല കീക്കാൻ തൂക്കി എടുക്കുക. എന്നിട്ട് ഞാൻ ഈ ബ്രഷ് ഉണ്ടല്ലോ അതിലും മുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് റിമോട്ടിൽ പറയും ഹെലികോപ്റ്റർ പൊങ്ങട്ടെ എന്ന് പറയും. അപ്പൊ പൈലറ്റ് ഹെലികോപ്റ്റർ പൊന്തിച്ചു. അപ്പൊ ഞാന് ആ പൊന്തിട്ട് പൊന്തിച്ചില്ല, അടിയിൽ തന്നെ ഈ ബ്രഷ് അങ്ങനെ വെറുതെ വെച്ചെടുത്താൽ മതി. ഒരു ഒറ്റ വലിയ ഈ വലിന്റെ ഊക്കൊണ്ട് ഒറ്റടിക്ക് ഈ പെയിന്റ് അങ്ങനെ എല്ലോ തട്ടുമ്പോ അങ്ങനെ തല വരെ. വലിയ ബ്രഷൊന്നും വേണ്ട, ചെറിയ ബ്രഷിനാ മതി. അതായത് ഒരു 4 ഇഞ്ചിന്റെ ബ്രഷ്. അതെ, 2-3 മണിക്കൂറാണ് പരിപാടി കഴിഞ്ഞു. ബുർജ് ഖലീഫ പെയിന്റ് അടിച്ചിട്ട് എനിക്കേ ഒരു 6000-7000 ദിർഹം കിട്ടി. അത് ഒരു 3 മണിക്കൂറത്തെ പരിപാടിയല്ലോ. പെയിന്റ് അടി അല്ല, എത്രത്തോടെ ശമ്പളം? മിനിറ്റിനല്ല, അതിപ്പോ അതൊരു മൊത്തം കരാറ് പറയല. കാരണം അതൊരു 3 മണിക്കൂറത്തെ പരിപാടിയുള്ളല്ലോ. 3 മണിക്കൂർ 3 മണിക്കൂറിന് 6000 ദിർഹം കിട്ടും. 3 മണിക്കൂർ 6000 പോലെ ദിർഹമാണ്.
6000 ദിർഹം. അല്ല നമുക്ക് പറ്റിയ വല്ല ഈത്തപ്പഴം വല്ലതും ഉണ്ടാ? പിന്നെ അവിടുത്തെ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതൊരു 1.5 ഈത്തപ്പഴാണ്. ഇവിടുത്തെ ഈത്തപ്പഴം ഒരു ഈത്തപ്പഴല്ല, അവിടുത്തെ വലിയ ഈത്തപ്പഴ. നമ്മൾക്ക് വരുന്ന ചെറിയ ചെറിയ ഈത്തപ്പഴം, അത് അവിടെ റോട്ടിൽ ഇങ്ങനെ വീണെടുക്കുണ്ടാവും. ഇതൊക്കെ കൊണ്ടുപോല. അത് നമ്മക്ക് വേണിച്ചപ്പോ ഒരു ചാക്കിൽ കെട്ടി കൊടുന്നോളൂല്ലേ? അത് ഞമ്മക്ക് കൊണ്ടേ അതൊക്കെ നമ്മളിവിടുത്തെ തിന്നുള്ളൂ. അത് പൊളിഞ്ഞ് ആദ്യ അളിയന്മാരും കുട്ടികളൊക്കെ കൂടി അത് വലിയ ശരിയാക്കി. നമുക്കിപ്പോ വല്ല ചാൻസ് ഉണ്ടാവും അവിടെ? കൊണ്ടുപോവാ. പക്ഷെ ഞാൻ ചോദിച്ചു നോക്കട്ടെ അറബിനെ. അത് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഷെയ്ഖല്ലേ? ഇത് കേരള. അത് ഞാനാണ് ബാപ്പു. ബാപ്പു ഞാൻ വരാം. എന്ന് ഇവിടെ 2 ആഴ്ചത്തെ തിരിച്ചിലുണ്ട്. കഴിഞ്ഞ അങ്ങോട്ട് വരും. അടുത്തത് എന്താ? ക്ലോക്ക് ടവറോ? ക്ലോക്ക് ടവറോ? അതൊക്കെ ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ കിട്ടും വരുവാണ്. നിങ്ങളതിന്റെ കംപ്ലീറ്റ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് ചോടി. ബാക്കി ഞാൻ ഏറ്റും. ഓക്കെ. പിന്നെ അപ്പൊ എന്റെ ചങ്ങായിക്കോടക്ക് വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. 2 ആള് അടുത്ത ട്രിപ്പിലോ? അപ്പൊ പറ്റൂല. 2 ആള്. ഓക്കെ. നമുക്ക് അടുത്ത ട്രിപ്പ് പോരാ. അവിടുന്ന് എല്ലാ സാധനവും അതേ കുടുംബക്കാരൊക്കെ കൂടി വന്ന് കണ്ട് പൊട്ടിച്ച് കണ്ട് കലിശീലിയായി ഒരു വാസ്തുവും ബാക്കിയില്ല. അതെ, രാവിലെ പുട്ട വെച്ചോണ്ട് ഭയങ്കര തള്ള ഒഴിവാക്കി വിട്ടാ. പോയിക്കോട്ടെ. നോക്കട്ടെ നമുക്ക് കാണട്ടോ. കാണാം.